നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ലോകത്ത് നമ്മൾ നോക്കാനായിട്ടാണ് ധാരാളം അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്നലത്തെ ദിവസം ലിവർപൂളിന് പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. സോ അത് തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സോ ലിവർപൂൾ ആണെങ്കിൽ 2 സെന്റർ ബാക്ക് അഡീഷൻ നടത്തുന്നതിന്റെ പിന്നാലെയാണെന്നാണ് റിലയബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും വരുന്ന വാർത്തകൾ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഫാൻസിനിടയിൽ ഒരു കൺസേൺ ആയിരുന്നു അവരുടെ സെന്റർ ബാക്ക് ഏരിയ എന്താണ് അവിടെ അഡ്രസ് ചെയ്യാത്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ വാണ്ടേക്ക് ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കൊണാട്ടെ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്ട് ആണ്. ഓൾറെഡി ക്വാൻഷ ക്ലബ്ബ് ലീവ് ചെയ്യുകയുണ്ടായി. ഗോമസിന്റെ കാര്യം നോക്കാനായിട്ടാണ് ഗോമസ് ഇഞ്ചേർഡും ആണ്. സോ ഇപ്പം നിങ്ങൾ വളരെ ഷോർട്ടാണ് സെൻട്രൽ ബാക്കിന്റെ കാര്യത്തിൽ. ആൻഡ് മാർക്ക് ഗെയ്യായിട്ട് ഓൾറെഡി പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് നിൽക്കുവാണ്. പ്രൈസിന്റെ കാര്യത്തിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല എന്നുള്ള രീതി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. സോ കഴിഞ്ഞ ദിവസം ലിവർപൂൾ സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് മുന്നോട്ട് വെച്ചു എന്നാണ് ഫാബ്രീസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊന്നുമല്ല, മാർക്ക് ഗൂയിക്ക് വേണ്ടിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പേരാണ് ജിയോവാനി ലിയോണി എന്ന് പറയുന്ന പാർമയുടെ 18 വയസ്സായ സെന്റർ ബാക്കിന് വേണ്ടി 2 പ്ലേയേഴ്സിന് വേണ്ടിയും ലിവർപൂൾ ഇപ്പം സീരിയസ്ലി നീങ്ങുവാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇതിൽ മാർക്ക് ഗെയ്ക്ക് വേണ്ടി ഒരു 30 മില്യൺ ടു 35 മില്യൺ പൗണ്ട്സിന് ഇടയ്ക്ക് ഒരു ടേംസ് അഗ്രി ചെയ്യാൻ നോക്കുവാണെന്നാണ് പോൾ ജോയ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതേസമയത്ത് ഡേവിഡ് ഓൺസ്റ്റിൻ കൺഫേം ആക്കി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഥവാ മാർഗോയി ഈ സമ്മറിൽ വന്നില്ലെങ്കിൽ നെക്സ്റ്റ് സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിട്ട് തന്നെ ക്രിസ്റ്റൽ പാലസ് വിടുമെന്നാണ്. താരം ക്രിസ്റ്റൽ പാലസ് കോൺട്രാക്ട് റിന്യൂ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഓൾറെഡി പേഴ്സണൽ ടൈംസും മറ്റും എല്ലാം അഗ്രി ചെയ്ത് നിൽക്കുവാണ് ലിവർപൂളുമായിട്ട്. സോ അവർ ഡിമാൻഡ് ചെയ്യുന്ന 50 മില്യൺ പൗണ്ട്സ് കൊടുക്കാനായിട്ട് ലിവർപൂൾ റെഡിയല്ല. സോ ഒരു 30 to 35 മില്യൺ പൗണ്ട്സിനടുക്ക് ഡീൽ റണ്ണാക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജിയോവാനി ലിയോണി എന്ന് പറയുന്ന പാർമയുടെ 18 വയസ്സായ ഒരു ഫിസിക്കൽ മോൺസ്റ്റർ ആണ്. പുള്ളിക്ക് വേണ്ടി മൾട്ടിപ്പിൾ സിരിയ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ താരം ഇപ്പം ലിവർപൂളുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തെന്നും പാർമയ്ക്ക് 35 മില്യൺ യൂറോസ് വരെ കൊടുക്കാനായിട്ട് ലിവർപൂൾ റെഡിയാണെന്നാണ് വാർത്തകൾ വരുന്നത്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് വന്നത് ഈ സീസണിൽ 35 മില്യൺ കൊടുത്ത് വാങ്ങിച്ചിട്ട് 1 ഇയർ പാർമയിലേക്ക് ലോണിന് താരത്തിന് വിടാനായിട്ടാണ് ലിവർപൂളിന്റെ പ്ലാൻ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഫാബ്രീസിയോ വന്നത് കൺഫേം ആക്കി അങ്ങനെ ഒന്നുമില്ല. ലിയോണിനെയും അതുപോലെ തന്നെ ഗെയിനെയും 2 പേരെയും ഈ സമ്മറിൽ എത്തിക്കാൻ തന്നെയാണ് ലിവർപൂൾ നീങ്ങുന്ന. ലിയോണിനെ വിടാൻ ജിയോവാനി ലിയോണിനെ വിടാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. 2 CB അഡീഷൻസ് ലിവർപൂൾ നടത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലിയോണിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇറ്റാലിയൻ ഇന്റർനാഷണൽ 18 വയസ്സുകാരൻ ഒരു വലിയ ഫ്രെയിമാണ്, ഭയങ്കര ഫിസിക്കലായ ടോളായ ഒരു പ്ലെയർ ആണ്. സോ അത്യാവശ്യം ഓൺ ദ ബോൾ എബിലിറ്റി കൊണ്ട് ഏരിയലി സ്ട്രോങ് ആണ്, ഫിസിക്കലാണ്, പ്രീമിയർ ലീഗിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു CB ആണ്. റിയലി യങ്ങും ആണ്, അതിനാൽ തന്നെ എക്സൈറ്റിംഗും ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ജിജി ഡോണറൂമയുടെ കാര്യത്തിലോട്ട് വരുമ്പം മാഞ്ചസ്റ്റർ സിറ്റി ജിജി ഡോണറൂമയുടെ ഡീൽ എക്സ്പ്ലോർ ചെയ്യുന്നു ഫാബ്രീസിയോ കൺഫേം ആക്കിയിട്ടുണ്ട്. സോ ഇതിനിടയ്ക്ക് ലേക്ക് ഇപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ജിജി ഡോണറൂമ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. ഇനി PSG-യും മാൻ സിറ്റിക്കും ഇടയിൽ ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ പ്രൈസിന്റെ കാര്യത്തിൽ. പക്ഷേ ഫാബ്രീസിയോ ഒക്കെ പറയുന്നത് ആ ഒരു കാര്യം അങ്ങനെ അഗ്രി ചെയ്തു, പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു, ഡീൽ പ്രോഗ്രസ് ചെയ്യുന്നു, ഫൈനൽ ഇതിലോട്ടൊക്കെ എത്തി എന്നുള്ള രീതി ആൾ കൺഫേം ആക്കിയിട്ടില്ല. പക്ഷെ ഫാബ്രീസിയോ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 50 മില്യൺ യൂറോസ് ആണ് PSG ജിജി ഡോണറൂമയ്ക്ക് വേണ്ടി മാൻ സിറ്റിയോട് ഡിമാൻഡ് ചെയ്തെന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു. ആൻഡ് മാൻ സിറ്റി അത് പേ ചെയ്യാൻ റെഡിയല്ല. സോ ആദ്യം ആളെ 25 മില്യൺ യൂറോസിനൊക്കെ മാർക്കറ്റ് അവൈലബിൾ ആണെന്ന രീതിയിൽ ലേക്കും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഫാബ്രീസിയോ പറയുന്നത് 50 മില്യൺ ചോദിക്കുന്നതാണ്. ജിജി ഡോണറൂമിനെ സൂപ്പർ കപ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ ഡോണറൂമെ ആളുടെ ഏജന്റ് ഇതിനെ അഗേൻസ്റ്റ് പ്രതികരിച്ചിട്ടുണ്ട്. ജിജി ഡോണറൂം ഓൾറെഡി ഒരു ഫെയർവെൽ മെസ്സേജ് PSG ഫാൻസിന്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. സോ ഈസ് മൂവിങ് ഓൺ. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും സിറ്റി ആണ് പുള്ളി സെലക്ട് ചെയ്യുന്നതെങ്കിൽ സിറ്റിയുടെ ടൈംസ് അഗ്രി ചെയ്യേണ്ട വരും PSG-ക്ക്. എനിക്ക് തോന്നുന്നില്ല 50 മില്യൺ ഒക്കെ കിട്ടുമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് മാൻ യുണൈറ്റഡ് ലിങ്ക്സ് വരുന്നുണ്ടെങ്കിൽ ഇപ്പം മാൻ യുണൈറ്റഡ് ബലേബ ഡീൽ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. ജിജി ഡോണറൂമയിൽ മാൻ സിറ്റിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ജിജി ഡോണറൂമയുടെ കാര്യം പറഞ്ഞപ്പം ഗാലക്ടസിനെ എഡർസണുമായിട്ട് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതി വാർത്തകൾ നേരത്തെ വരുന്നുണ്ടായിരുന്നല്ലോ. സോ ആ ടോക്സ് ഒക്കെ ഇപ്പം ബ്ലോക്ക് ആയിരുന്നു. തൽക്കാലം എഡർസൺ സിറ്റി തന്നെ നിൽക്കൂ എന്നുള്ള രീതി വാർത്തകൾ വന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഗാലക്ടസറെ ഒരു അപ്രോച്ചുമായിട്ട് സിറ്റിയുടെ മുമ്പിൽ വന്നെന്നാണ് ഫാബ്രീസിയോ റൊമാനോ ഉൾപ്പെടെയുള്ളവർ കൺഫേം ആക്കുന്നത്. സോ ഗാലക്ടസറെ റൈറ്റ് നൗ എഡർസൺ ഡീൽ ഡൺ ആക്കാൻ നോക്കുവാണ്. സിറ്റി ഓപ്പൺ ആണ് എഡർസനെ ലീവ് ചെയ്യാനായിട്ട്. എഡർസൺ ഗാലക്ടസറായിട്ട് പേഴ്സണൽ ടൈംസ് അഥവാ സാലറി പാക്കേജിന്റെ കാര്യത്തിലൊക്കെ ഒരു അഗ്രിമെന്റിൽ എത്തി നിൽക്കുകയാണെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ എഡർസൺ ക്ലബ്ബ് ലീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ജിജി ഡോണറൂമേനാണ് മാഞ്ചസ്റ്റർ സിറ്റി കാണുന്നതും. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിൽ നിന്ന് പറയുക. അതുപോലെ തന്നെയാണെങ്കിൽ അമീൻ അഡ്ലി, നമുക്ക് എല്ലാവർക്കും അറിയാം, ബയർ ലെവർകൂസന്റെ എക്സൈറ്റിംഗ് സ്ട്രൈക്കർ. പുള്ളിയിൽ ഇപ്പം ബോൺമുത്ത് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. ടോക്സ് പ്രോഗ്രസ് ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽട്ട വിഗോയും ബയർ ലെവർകൂസണും ഇപ്പോൾ വിക്ടർ ലിൻഡലോഫിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ഫ്രീ ഏജന്റ് ആണ് സോ എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ന്യൂകാസൽ യുണൈറ്റഡ് ജേക്കബ് റാംസിയായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തെന്നാണ് ഫാബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആസ്റ്റൺ വില്ലയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ 40 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഡീലിന് റണ്ണാക്കാനായിട്ട്
ന്യൂകാസിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. സോ വെസ്റ്റ് ഹാം താരത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചെങ്കിലും താരം അപ്രോച്ച് റിജക്ട് ചെയ്യുകയും ന്യൂകാസിൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. സോ ഓൾമോസ്റ്റ് ഡീൽ ഡൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഫെനർബാച്ചെ ഒരു ബിഡ് റെഡിയാക്കുവാണ് സിഞ്ചങ്കോയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിഞ്ചങ്കോയ്ക്ക് 15 മില്യൺ യൂറോസാണ് ആർസണൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൊസ്റ്റപ്പെ എന്ന് റൊമൂലു എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ ഇപ്പോൾ ബയർ ലെവർകൂസൻ സൈൻ ചെയ്തിട്ടുണ്ട്. താരത്തിൻ്റെ നമ്മുടെ ഷെഷ്കോയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. 20 മില്യൺ യൂറോസ് പ്ലസ് 5 മില്യൺ യൂറോസ് ആഡ് ഓൺസിന് ഫിക്സഡ് പ്ലസ് 5 മില്യൺ യൂറോസ് ആഡ് ഓൺസിൻ്റെ ഒരു പാക്കേജാണ്. ടോട്ടൽ ഒരു 20 ഫിക്സറും 5 ആഡ് ഓൺസിൻ്റെ ഒരു പാക്കേജിനാണ് ലൈപ്സിഗ് ഡീൽ ഡൺ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ റാസ്മസ് ഹോയ്ലൻഡ് AC മിലാൻ്റെ ലേറ്റസ്റ്റ് അപ്രോച്ച് ടേൺ ഡൗൺ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹോയ്ലൻഡിനെ എങ്ങനെയും ക്ലബിൽ നിന്ന് റിലീസ് ചെയ്ത് അഥവാ ലോൺ വിടാനോ അല്ല സെയിൽ ചെയ്യാനോ തന്നെയാണ് യുണൈറ്റഡ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹോയ്ലൻഡ് ക്ലബിൽ തുടരാനായിട്ടുള്ള ഡിസിഷനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സോ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണ് ബയൺ മ്യൂണിക്കിന്റെ കാര്യത്തിലാണ്. സോ എൻകുങ്കുവിൽ ബയൺ മ്യൂണിക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ പ്ലറ്റൻബർഗ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഓൾറെഡി ബയൺ മ്യൂണിക്ക് ഈ ഒരു ഡീൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ ലാസ്റ്റ് വീക്കിലേക്ക് വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് പ്ലറ്റൻബർഗ് പറയുന്നത്. കാരണം ഇപ്പോഴും നിക്ക് വോൾട്ടമേഡിന്റെ കാര്യം അവർ ഇന്റർണലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് വീക്ക് വരെ അവരൊരു ഹോപ്പ് നിൽക്കുകയാണ് നിക്ക് വോൾട്ടമേഡ് ഡീൽ നടത്താൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ച് നടത്തുമെന്നാണ് തോന്നുന്നത്. സോ അഥവാ അത് നടന്നില്ലെങ്കിൽ ക്രിസ്റ്റഫർ എൻകുങ്കുവിലോട്ട് തന്നെയായിരിക്കും ബയൺ മ്യൂണിക്ക് പോകുക എന്നാണ് പ്ലറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാവി സിമൻസ് നമുക്കറിയാം ഓൾറെഡി പേഴ്സണൽ ടൈംസിൽ അഗ്രി നിൽക്കുകയാണ്. മറ്റ് ക്ലബ്ബുകൾ അപ്രോച്ച് റിജക്ട് ചെയ്തിരുന്നു, ചെൽസി മതി എന്ന് പറഞ്ഞ്. സോ 70 മില്യൺ യൂറോസ് ആയിരുന്നു ലൈപ്സിഗ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 60 മില്യൺ ഇവർ രണ്ടുപേർക്കും ഇടയിൽ ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു ടോട്ടൽ പാക്കേജ് അഗ്രിമെന്റിൽ എത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഫാബോ ഡേവിഡോൺസിനോ കൺഫേം ആക്കിയിട്ടില്ല, പ്ലറ്റൻബർഗ് ഒന്നും കൺഫേം ആക്കിയിട്ടില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. സോ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്. സോ അവിടെ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ അലക്സ് വിറ്റ്സൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോർമർ ഡോർമുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് സീസണിലൊക്കെ അത്ലറ്റിക്കോയിൽ കളിച്ചുകൊണ്ടിരുന്ന ബെൽജിയം മിഡ്ഫീൽഡർ താരമാണെങ്കിൽ ഇപ്പം പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്ത് ജിറോണയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ജിറോണ അത് ഒഫീഷ്യലി അനൗൺസും ചെയ്തിരിക്കുകയാണ്. 1+1 ഇയർ ഡീലിനാണ് ആള് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലബ് അമേരിക്ക, മെക്സിക്കൻ ക്ലബ്ബായ ക്ലബ് അമേരിക്ക അൽ അഹ്ലിയിൽ നിന്നും അലൻ സെയിൻ മാക്സിമിനെ സൈൻ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. ഇതിനിടയ്ക്ക് ഉപ്പമക്കാനോനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് ഓഫർ ചെയ്തു എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ ഫോക്ക് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റൈറ്റ് നോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഡിഫൻഡറിന്റെ പുറകെ ഇല്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. ഒന്നെങ്കിൽ ഇത് ഒരു ഫേക്ക് ആയിട്ട് പുള്ളി അടിച്ചു വിട്ടാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ബെറ്റർ ഡീൽ കോൺട്രാക്ട് കിട്ടാനായിട്ട് ഉപ്പമക്കാനോ ഏജന്റ് കളിക്കുന്നതാവും. സോ മാൻ യുണൈറ്റഡ് റൈറ്റ് നോ ഉപ്പമക്കാനോനെ നോക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആൻഡ് ഉപ്പമക്കാനോ ഇപ്പം ബയൺ മ്യൂണിക്കിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടോടാണ്. എനിക്ക് തോന്നുന്നില്ല അവർ മൂവ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു നെയിമാണ് ഉപ്പമക്കാനോ. സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ AS റോമെ അതുപോലെ തന്നെ അറ്റ്ലാന്റയും ജൂലിയോ എൻകീസോയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ബ്രൈറ്റന്റെ പാരഗ്വൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ നമ്പർ 10 പ്ലെയർ താരം ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റിലാണ്. സോ പുള്ളിക്ക് ഒരു 25 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജാണ് ബ്രൈറ്റൺ എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനിടയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം നടക്കുകയുണ്ട്. റോഡ്രിഗോ മുനിസ്, ഫുൾഹാമിന്റെ സെന്റർ ഫോർവേഡ്, പുള്ളിയാണെങ്കിൽ ഓൾറെഡി അറ്റലാന്റയായിട്ട് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്യുകയും തനിക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കണമെന്നും അറ്റ്ലാന്റയിലോട്ട് പോകണമെന്നും ഉള്ളൊരു കാര്യം ഫുൾഹാമിനെ അറിയിക്കുകയും ചെയ്തു. സോ ഇപ്പോൾ ഫുൾഹാമും അറ്റ്ലാന്റയ്ക്കും ഇടയിൽ ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 40 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. സോ റെറ്റുഗിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കും റോഡ്രിഗോ മുനിസ് അവിടെ വരിക. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ എവർട്ടൺ ആണെങ്കിൽ അബ്ദുൽ ഫത്താവ ലെസ്റ്റർ സിറ്റിയുടെ താരത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് സ്കൈ സ്പോർട്സും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.